മുൻകാല പ്രാബല്യത്തോടെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും DA കുടിശ്ശിക അനുവദിച്ച സർക്കാർ ഉത്തരവ്. സർവീസ് പെൻഷൻകാരുടെ DR കുടിശ്ശികയും അനുവദിച്ചതായി ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. മുൻകാല പ്രാബല്യത്തോടെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും DA കുടിശ്ശിക അനുവദിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഉത്തരവ് പുറത്തുവരികയാണ്. സർവീസ് പെൻഷൻകാരുടെ DR കുടിശ്ശികയും അനുവദിച്ചതായി ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. 8 ഗഡുക്കളായാണ് കുടിശ്ശിക വിതരണം ചെയ്യുക. കുടിശ്ശിക ഘട്ടങ്ങളായി വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമായി ലഭ്യമാക്കിയ DAക്ക് മുൻകാല പ്രാബല്യം നൽകി കുടിശ്ശികയും അനുവദിച്ചാണ് ഉത്തരവായത്. സർവീസ് പെൻഷൻകാരുടെ DR കുടിശ്ശികയും ലഭിക്കും. നേരത്തെ അനുവദിച്ച DA, DR ഗഡുക്കളെല്ലാം മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ടാണ് കുടിശ്ശിക അനുവദിച്ചത്. UGC, AICTE മെഡിക്കൽ എഡ്യൂക്കേഷൻ സ്കീമിൽ ഉൾപ്പെട്ട അധ്യാപകർക്കുൾപ്പെടെ കുടിശ്ശിക ലഭിക്കും. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകേണ്ട മുഴുവൻ DAയും DRും ഇതിനകം തന്നെ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ അനുവദിച്ച DAയുടെയും DRന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യുമെന്നാണ് ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ നിശ്ചയിച്ച കുടിശ്ശിക ഗഡുക്കളുടെ വിതരണത്തിനായുള്ള തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച 7% ക്ഷാമബത്ത 2021 ഏപ്രിൽ മാസത്തിലെ ശമ്പളത്തിനൊപ്പമാണ് വിതരണം ചെയ്തത്. തുടർന്ന് 5 തവണയായി ഓരോ ഗഡു വീതം ക്ഷാമബത്തയും അനുവദിച്ചിരുന്നു. തത്തുല്യമായി ക്ഷമാശ്വാസവും ലഭ്യമാക്കി. കുടിശ്ശികയായിരുന്ന 13% ക്ഷാമബത്തയും ക്ഷമാശ്വാസവും ഈ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി അനുവദിക്കുമെന്നായിരുന്നു പുറത്തുവന്നത്. മുഴുവൻ DA, DRനും അനുവദിക്കേണ്ട യഥാർത്ഥ കാലാവധി കണക്കാക്കി മുൻകാല പ്രാബല്യം നൽകിയാണ് കുടിശ്ശിക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. ഇത് വരുന്ന സാമ്പത്തിക വർഷം മുതൽ 8 ഗഡുക്കളായി വിതരണം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ ഉള്ളത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.